ISRO ലോക റെക്കോർഡുകൾ ഇട്ടു എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അന്താരാഷ്ട്ര സയൻസ് രംഗത്ത്, അതായത് ശാസ്ത്ര ലോകം മുഴുവനായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ISROയുടെ ലോക റെക്കോർഡുകളാണ്. എന്തൊക്കെയാണ് മാഷേ ആ ലോക റെക്കോർഡുകൾ? തീർച്ചയായിട്ടും ISROയുടെ നേട്ടം മൊത്തം ഇന്ത്യക്കാരുടെ നേട്ടമാണ്. ഇന്ത്യക്കാരൻ്റെ അഭിമാനകരമായ ഒരു നേട്ടമാണത്. അപ്പോൾ ISRO ഇപ്പോൾ ഒരു 63 വയസ്സായി. ശരിക്കും പറഞ്ഞാൽ 1962 ഈ ജവഹർലാൽ നെഹ്റുവിനെ കാണാനൊരു സന്ദർശകൻ വരികയാണ്. അത് വിക്രം സാരാഭായി ആയിരുന്നു. സാരാഭായിയുടെ നിർദ്ദേശമാണ് നമ്മളിങ്ങനെ ഇന്ത്യയാണ്, സ്വതന്ത്രമാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചരിത്രവും സംസ്കാരമൊക്കെ പറഞ്ഞ് അഭിമാനം കൊണ്ടിരുന്നാൽ പോലെ നമുക്ക് നാളെയിലേക്ക് നോക്കണം, അങ്ങനെയുണ്ടല്ലോ, അങ്ങനെ നമുക്ക് പ്രപഞ്ചം മുഴുവൻ എത്തിപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കൺസെപ്റ്റ് കൊടുത്തുകൊണ്ടാണ് 62 അവർ തുടങ്ങുന്നത്. അന്ന് ഇൻഗോസ്പാർ എന്നായിരുന്നു പേര്, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നൊക്കെ എന്തോ എന്നൊരു പേര്. അതിൻ്റെ വളർച്ചയാണ് പിന്നീട് 1969 ആയപ്പോൾ ISRO എന്ന പേരിലേക്ക് മാറ്റിയത്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇപ്പോൾ അങ്ങനെ 62 കണക്കൂട്ടിയാൽ ഏതാണ്ട് 63 വയസ്സായി. ഈ 63 വയസ്സ് കൊണ്ട് പക്ഷേ ഒരു 3 ജന്മം കൊണ്ട് നേടേണ്ട നേട്ടങ്ങൾ ISRO നേടിയിട്ടുണ്ട്. അത് അപാരമായ ഡെഡിക്കേഷൻ, അത്യത്ഭുതകരമായ നേതൃത്വം, അപാരമായ കാലിബറുള്ള സയൻറ്റിസ്റ്റുകൾ, അതിലേറെ ദേശത്തോട് കൂറുള്ള വലിയ മനുഷ്യരൊക്കെയാണ് അതിനെ നയിച്ചത്. ആദ്യകാലത്ത് ഞാൻ വിക്രം സാരാഭായിയുടെ ഒരു ആത്മകഥ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയത്, വിക്രം സാരാഭായിയുടെ മുഴുവൻ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തും ISROക്ക് കൊടുത്ത് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. മാത്രമല്ല ആദ്യത്തെ ചെയർമാനാണ് സാരാഭായി 18 മണിക്കൂർ പണിയെടുക്കും ഒരു ദിവസം ISROയിൽ. അദ്ദേഹം വാങ്ങുന്ന ശമ്പളം എത്രയെന്നറിയോ? ₹1. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ അപ്പോഴും രാജ്യത്തിൻ്റെ പേറോളിലുള്ള ഒരു സേവകനാണ്, രാജ്യത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് അദ്ദേഹത്തിന് അഭിമാനം കൊള്ളണം. അതിനുവേണ്ടി ₹1 ശമ്പളം വാങ്ങും. അന്നത്തെ ₹1 അന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെയുള്ള ഡെഡിക്കേഷനിലൂടെ ഉണ്ടായി വന്നൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ISROയുടെ വേറൊരു പ്രത്യേകത, ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണെങ്കിൽ തന്നെ അതിൻ്റെ തലപ്പത്ത് ഏറ്റവും കൂടുതൽ കാലം ഈ 63 കൊല്ലത്തിനുള്ളിൽ 11 ചെയർമാൻമാർ വന്നിട്ടുണ്ട്. ആ 11 ചെയർമാൻമാരിൽ ഒരു 5-6 ചെയർമാൻമാരും മലയാളികളാണ്. മാത്രമല്ല അതിൻ്റെ ചെയർമാൻമാരൊന്നും ചില്ലറക്കാരായിരുന്നില്ല. അറിയാലോ, വിക്രം സാരാഭായിക്ക് ശേഷം MGK മേനോൻ വന്നു, സതീഷ് ധവാൻ വന്നു, UR റാവു വന്നു, കസ്തൂരി രംഗൻ, ഈ മേഖലയിലുള്ള എല്ലാവരും. പിന്നെ മലയാളികളായ G മാധവൻ നായർ, K രാധാകൃഷ്ണൻ, K ശിവൻ, അതിൻ്റെ തൊട്ടു മുമ്പ് S സോമനാഥ്. അങ്ങനെ അദ്ദേഹത്തിനു ശേഷമാണ് ഇപ്പോൾ V നാരായണൻ സാറ് വന്നത്. ഇപ്പോൾ V നാരായണൻ സാറ് എഴുതിയിരിക്കുന്നു ഈ ഏറ്റവും ഒടുവിൽ ലോക ചരിത്രം കുറിച്ച റെക്കോർഡിട്ട ISROയുടെ 9 റെക്കോർഡുകളെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ, 9 വേൾഡ് റെക്കോർഡ്സ് ഓഫ് ISRO. ആ റെക്കോർഡ് ഇപ്പോൾ നമ്മുടെ മുഴുവൻ സയൻസ് ജേർണലുകളിലും ചർച്ചയാണ്. ഇന്ത്യൻ മീഡിയ ഗൗരവമായി ഗൗരവമായി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ അഭിമാനം കൊള്ളുന്ന എല്ലാവർക്കും പ്രാധാന്യമുള്ള വാർത്തയാണ്. ആ 9 റെക്കോർഡുകൾ എന്താണ് എന്ന് ഞാനൊന്ന് ഓടിച്ച് പറയാം. ഒന്നാമത്, ഒരുപാട് അറിയാലോ ISROയുടെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ആര്യഭട്ട, നമ്മുടെ ആദ്യമായി ഒരു ബഹിരാകാശ വാഹനം ഇന്ത്യ, ആര്യഭട്ട, ഭാസ്കര, രോഹിണി, അങ്ങനെ കുറേ എണ്ണം. അതുപോലെ തന്നെയാണ് ഈ SLV വന്നു, ആദ്യം PSLV വന്നു, ASLV വന്നു, അതൊക്കെ സമാന്തരമായിട്ട്. അതുപോലെ തന്നെ ഓരോരോ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കും നമ്മൾ നടത്തിയ ചന്ദ്രയാൻ, മംഗൾയാൻ, ആദിത്യ, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്കൊക്കെ നമ്മൾക്ക് ഭാരതീയമായ പേരുകളും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ദൗത്യം എന്തായിരുന്നു അറിയാം. അപ്പോൾ ഈ യാത്രക്കിടയിൽ, ഈ 63 കൊല്ലത്തെ യാത്രക്കിടയിൽ ലോകത്തിന് അത്ഭുതം കുറിച്ചുകൊണ്ട് റെക്കോർഡിട്ട 9 നേട്ടങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയുടെ മാത്രം റെക്കോർഡ്. അതിലൊന്ന് ചന്ദ്രയാൻ 1 ആണ്. ചന്ദ്രയാൻ 1 2008 ചന്ദ്രയാൻ 1 ചന്ദ്രനിലേക്കുള്ള. എന്താണ് 1ൻ്റെ പ്രാധാന്യം? അതിനു മുമ്പ് തന്നെ പലരും നമുക്കറിയാം, 1969 തന്നെ ചന്ദ്രനിൽ പോയവരാണ് അമേരിക്കൻ. ഓക്കെ, പക്ഷേ ചന്ദ്രയാൻ 1ൻ്റെ പ്രത്യേകത, ഇന്ത്യ വെറുതെ പോയി വന്നില്ല. ഇന്ത്യ ആദ്യമായി ചന്ദ്രനിലേക്ക് പോകുന്നത്, ചന്ദ്രനിൽ പര്യവേഷണത്തിന് പേടകത്തെ അയക്കുന്നത് 2008 ചന്ദ്രയാൻ 1. പക്ഷേ അന്ന് വരെ ആർക്കും കണ്ടെത്താൻ പറ്റാത്ത ഒന്ന് ചന്ദ്രയാൻ 1 കണ്ടെത്തി. അതെന്തായിരുന്നു? ചന്ദ്രോപരിതലത്തിൽ ജലതന്മാത്രകളുണ്ട്. അത് ഇന്ത്യ കണ്ടെത്തിയതാണ്. ലോകത്തിന് അത് കാണിച്ചു കൊടുത്ത കോൺട്രിബ്യൂഷൻ ഇന്ത്യയുടേതാണ്. ലോക റെക്കോർഡാണ് ഒന്ന്. രണ്ടാമത്തേത്, മംഗൾയാൻ വന്നു. മംഗൾയാൻ നമുക്കറിയാലോ, മംഗൾയാൻ്റെ പ്രത്യേകത എന്താണെന്നറിയാലോ? ചൊവ്വയുടെ ഉപരിതലത്തിലേക്ക് ഒരു വാഹനത്തെ അയക്കുകയാണ്. 68 കോടി കിലോമീറ്ററാണ് ദൂരം. 68 കോടി കിലോമീറ്റർ ദൂരത്തേക്ക് നമ്മൾ വാഹനത്തെ അയക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് അതിലുണ്ടായൊരു വലിയ അതിലെ റെക്കോർഡ് എന്താണ്? ചൊവ്വയിലേക്കും പല പരീക്ഷണങ്ങളും മുമ്പ് നടന്നിട്ടുണ്ട്.
പക്ഷെ പ്രത്യേകത ചൊവ്വയിലേക്ക് പോയ ഒരൊറ്റ വാഹനവും ഒരൊറ്റ ബഹിരാകാശ വാഹനവും ആദ്യത്തെ പരീക്ഷണം പരാജയപ്പെട്ടു, രണ്ടാമത്തെ പരിചയപ്പെട്ടു, 3 പരാജയപ്പെട്ടു. അങ്ങനെ പരാജയങ്ങൾക്കൊടുവിലാണ് ലോകരാജ്യങ്ങളൊക്കെ ചൊവ്വയിലെത്തിയത്. പക്ഷേ ഇന്ത്യ ലേറ്റസ്റ്റ് ആയിട്ട് വന്നു എന്ന് പറയില്ലേ, ലേറ്റ് ആയെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് പോയി. ആദ്യത്തെ പരീക്ഷണത്തിൽ ഒറ്റ കുതിപ്പിൽ ചൊവ്വയിൽ എത്തിച്ചേരുന്ന ആദ്യത്തെ ലോകരാജ്യമാണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ റെക്കോർഡ്. അതാണ് ചെലവും കുറവായിരുന്നു. അപ്പോൾ അതാണ് മംഗൾയാന്റെ പ്രത്യേകത. മംഗൾയാൻ നമ്മൾ വളരെ വൈകിയാണ് ഓട്ടോ കാശിന് ചൊവ്വ വരെ പോയതാണ് എന്ന് പറഞ്ഞ പോലെ അത് നമ്മുടെ ഡെഡിക്കേഷനാണ്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കാശിന് വേണ്ടി അല്ലാതെ ചെയ്യുന്നത്, രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ സേവനം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ ഒരു ISROയുടെ ഒരു റെക്കോർഡ് എന്താണെന്നറിയോ? ഒറ്റ റോക്കറ്റിൽ 100-ലധികം ബഹിരാകാശ വാഹനങ്ങളെ ബഹിരാകാശത്തെത്തിക്കുന്ന പരീക്ഷണം. ഉപഗ്രഹങ്ങളെ 100-ലധികം ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് ബഹിരാകാശത്തേക്ക് എത്തിക്കാവുന്ന ഒറ്റ റോക്കറ്റ് ഇന്ത്യ രൂപപ്പെടുത്തിയതാണ്. അതാണ് അടുത്ത റെക്കോർഡ്. അതാണ് മൂന്നാമത്തെ റെക്കോർഡ്. ഇത് PSLV അറിയാലോ, 2017 അത് PSLV, പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. അത് ലോക റെക്കോർഡാണ്. ഇന്നും ആരും ഭേദിച്ചിട്ടില്ല. 100-ലേറെ ബഹിരാകാശ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ചരിത്രം ഇന്ത്യക്കുള്ളതാണ്. 2017 ആരും അത് ഭേദിച്ചിട്ടില്ല. ഓക്കെ, അതാണ് 3. നാലാമത്തേത് ചന്ദ്രയാൻ 2 ആണ്. 2019 ആയിരുന്നു ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2ൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? 2019 ചന്ദ്രയാൻ 2 രണ്ടാമത് നമ്മൾ ചന്ദ്രനിൽ പോയതാണ്. ചന്ദ്രനിൽ വാഹനങ്ങൾ, നമ്മുടെ ഉപഗ്രഹങ്ങൾ എത്തിച്ചതാണ്. പക്ഷേ പ്രത്യേകത എന്താ? ഇന്ന് നാസ ഉൾപ്പെടെയുള്ള ബഹിരാകാശ ഏജൻസികൾ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ നമ്മുടേതാണ്. അത്രയേറെ ഹൈ റെസൊല്യൂഷൻ ക്യാമറയാണ് നമ്മൾ സ്ഥാപിച്ചത്. ആ ചിത്രങ്ങളാണ് ഇന്നും നമ്മൾ അനുഭവിക്കുന്നത്, ഇന്നും ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അതായത് അത്രയും കൃത്യതയോടും വ്യക്തതയോടും കൂടിയിട്ട് ഈ ചന്ദ്രോപരിതലത്തിലെ ചിത്രങ്ങൾ ലോകത്തിന് കൊടുക്കാൻ തുടങ്ങിയത് നമ്മളാണ്. അപ്പോൾ നമ്മൾ വൈകി 2019 ചന്ദ്രയാൻ 2 എങ്കിലും നമ്മുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഇപ്പോഴും ലോക റെക്കോർഡാണ്. അതാണ് 5ാമത്തെ റെക്കോർഡ്. ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ 3 2 കൊല്ലം മുമ്പാണ്, 2023. അതെന്തായിരുന്നു പ്രത്യേകത? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ അന്ന് വരെ ആരും കാലുകുത്തിയില്ല. അന്ന് വരെ ഒരു വാഹനം തൊട്ടിട്ടില്ല. ആദ്യമായിട്ട് ദക്ഷിണ ധ്രുവത്തിൽ. എളുപ്പമല്ല, അത് ഭയങ്കര റിസ്ക്കിയാണ് അത്രയത്. ആ യാത്ര വിജയകരമായി നമ്മൾ പൂർത്തിയാക്കി. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ലാൻഡിംഗ് നടത്തുന്ന രാജ്യം ഇന്ത്യയാണ്. 2023 ഓഗസ്റ്റ് 23. അതെനിക്ക് ഓർമ്മയുണ്ട് ഡേറ്റ്. ആ ഡേറ്റിലാണ്. അതും ചരിത്രമാണ്. ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ചന്ദ്രന് ധ്രുവങ്ങളുണ്ട് എന്നും ദക്ഷിണ ധ്രുവം ഇങ്ങനെയാണ് എന്നും നമ്മളാണ് ആദ്യമായി ലോകത്തോട് കാണിച്ചു കൊടുക്കുന്നത്. വേറൊന്ന് ക്രയോജനിക് എഞ്ചിൻ. ഓർമ്മയില്ല, ISRO ചാരക്കേസിൻ്റെ അടിസ്ഥാനം ഈ ക്രയോജനിക് എഞ്ചിനായിരുന്നു. ക്രയോജനിക് എഞ്ചിൻ നമ്മൾ നിർമ്മിക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങളുടെ വാതിലുകളൊക്കെ ഒരുപാട് നമ്മൾ മുട്ടി നോക്കിയിട്ടുണ്ട്. റഷ്യയിൽ മുട്ടാൻ പോയതിൻ്റെ ഫലമാണ് ISRO ചാരക്കേസ് ഉണ്ടായതെന്ന് ആലോചിച്ചു. പല രാജ്യങ്ങളും ചോദിച്ചു, തന്നില്ല, ആരും സഹായിച്ചില്ല. അങ്ങനെ നിങ്ങൾ കേവലമാരാ. ക്രയോജനിക് എഞ്ചിൻ വളരെ ഭയങ്കരമായ നേട്ടമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അത് നേടിയിരിക്കുന്നു. ക്രയോജനിക് എഞ്ചിനുകൾ എങ്ങനെ? ദ്രവ ഹൈഡ്രജൻ എന്ന് വെച്ചാൽ ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും ചേർത്തുകൊണ്ട് ക്രയോജനിക് എഞ്ചിനുകൾ നമ്മൾ എടുത്തിരിക്കുന്നു. അപ്പോൾ സത്യസന്ധമായി നാരായണൻ സാറ് പറയുന്നുണ്ട്, നമ്മൾ ആദ്യത്തേതല്ല, പക്ഷേ നമ്മൾ 6ാമത്തേതാണ്. അതൊന്ന് ആലോചിച്ച് നോക്കണം. 204 രാജ്യങ്ങളുള്ള ലോകത്ത് ഈ 3ാം ലോക രാജ്യം എന്ന് വിളിച്ച് എല്ലാവരും ആക്ഷേപിച്ചിരുന്ന ഇന്ത്യ ക്രയോജനിക് എഞ്ചിനുകൾ സ്വയം വികസിപ്പിക്കുന്ന, ഒരുത്തൻ്റെയും പരസഹായമില്ലാതെ വികസിപ്പിച്ചെടുക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. 6ാമത്തേത് നമ്മളാണ്. 1ാമത്തേത് തീർച്ചയായിട്ടും റഷ്യയാണ്, അമേരിക്കയാണ്, വൻകിടക്കാരൊക്കെ ഉണ്ട്, ഫ്രാൻസൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ജപ്പാനാണ്. ആ 5 രാജ്യങ്ങൾ കഴിഞ്ഞാൽ 6ാമത്തെ രാജ്യം നമ്മളാണ്. അത് ചെറിയ റെക്കോർഡല്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ക്രയോജനിക് പരീക്ഷണങ്ങളുടെ കൃത്യതയാണ്. നമുക്ക് മുമ്പേ 5 രാജ്യങ്ങൾ ക്രയോജനിക് എഞ്ചിനുകൾ ഉണ്ടാക്കിയല്ലോ, ഡെവലപ്പ് ചെയ്തല്ലോ. പക്ഷെ അവർ 10 തവണ പരാജയപ്പെട്ടിട്ടാണ് അവർ വിജയിക്കുന്നത്. ഇന്ത്യ 1ാമത്തേതിൽ വിജയിച്ചു എന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. എത്ര സത്യസന്ധരാണ് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുമോ. അവർ ലോകത്തോട് പറയുകയാണ്, ഞങ്ങൾ 2 തവണയേ പരാജയപ്പെട്ടുള്ളൂ, 3ാം തവണ വിജയിച്ചു. അപ്പോൾ ഇന്ത്യ എത്ര കൃത്യമാണ്. അലച്ചൊക്കെ ഇന്ത്യ എന്തുമാത്രം മുന്നേറിയിരിക്കുന്നു. ലോകത്തിലെ ലോകരാജ്യങ്ങളുടെ ശാസ്ത്രജ്ഞന്മാർ 10 തവണ പരീക്ഷണം നടത്തിയിട്ടാണ് വിജയിക്കുന്നത്. നമ്മുടെ ശാസ്ത്രജ്ഞർ 3ാം തവണത്തെ പരീക്ഷണം വിജയത്തിലെത്തിച്ചു. അതാണ് അതിൻ്റെ റെക്കോർഡ്. വേറൊന്ന് ഈ റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ കൃത്യതയാണ്. ഇപ്പോൾ മംഗൾയാൻ പറഞ്ഞല്ലോ, ചൊവ്വയിലേക്ക് 68 കോടി കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നമ്മുടെ വാഹനം ഇന്ത്യൻ പതാകയുമായിട്ട് ചൊവ്വയിലെത്തുകയാണ്. ആ വാഹനത്തിൽ 0.1 ഡിഗ്രി പോലും ആംഗിൾ മാറിയില്ല. അത്ര ഷാർപ്പായിരുന്നു എന്നാണ്.
അത്ര കൃത്യതയോടെ അയക്കാൻ പറ്റി. അത് പല രാജ്യങ്ങൾക്കും പറ്റിയിട്ടില്ല. ഈ പോകുന്ന ആംഗിളിലല്ല അവിടെ എത്തുക, ഉദ്ദേശിച്ച സ്പോട്ടിലല്ല, ഡെസ്റ്റിനേഷനിലല്ല എത്തുക. പലപ്പോഴും സ്ഥലം മാറും, ലാൻഡിങ് മാറും, ഈ ആംഗിൾ മാറും, ഒക്കെ മാറുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഇത് മാറിയിട്ടില്ല. അതാണ് 7ാമത്തെ വലിയ പ്രത്യേകത. മറ്റൊന്ന് 8ാമത്തേതാണ് റോക്കറ്റ് വിക്ഷേപണത്തിലെ കൃത്യത. 9ാമത്തെ അവസാനത്തെ ഏറ്റവും വലിയ റെക്കോർഡ് എന്താണെന്നറിയോ? നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ സ്വയം പര്യാപ്തമായി എന്നതാണ്. ക്രയോജനിക് വിദ്യ കൂടി നമ്മൾ വികസിപ്പിച്ചതോടെ ഇനി നമുക്ക് ബഹിരാകാശ ഗവേഷണ രംഗത്തെന്നല്ല, ശാസ്ത്ര ഗവേഷണ രംഗത്തൊന്നും ആരുടെയും പിന്തുണ ആവശ്യമില്ല, ആരുടെയും സാങ്കേതിക സഹായം ആവശ്യമില്ല. ഇപ്പോൾ സ്വയം പര്യാപ്തതയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം 9ാമത്തെ നേട്ടമായിട്ട് എടുത്തു പറയുന്നത്. ഈ സാഹചര്യത്തിൽ ISRO നേടിയ റെക്കോർഡുകൾ, ലോക റെക്കോർഡുകൾ, അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമാണ്. മാത്രമല്ല കുറേ മഹാന്മാരായ നേതാക്കളെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കസ്തൂരി രംഗൻ തൊട്ട് ഒരു ഓർമ്മയുണ്ട്, ഒരു ചിത്രം എപ്പോഴും നമ്മൾ മറക്കാത്തൊരു ചിത്രമുണ്ട്. ഒരു സൈക്കിളിൻ്റെ പുറകിൽ ഒരു റോക്കറ്റ് വെച്ച് ചവിട്ടിക്കൊണ്ടു പോകുന്ന ഒരു മനുഷ്യൻ. ആ മഹാനായ മനുഷ്യനെയാണ് AB വാജ്പേയി നമ്മുടെ തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. ആ മനുഷ്യനെയാണ് പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കുന്നത്. അതുകൊണ്ട് വിക്രം സാരാഭായി തൊട്ട് APJ അബ്ദുൽ കലാം വരെയുള്ള മഹാന്മാരായ ഒരുപാട് ഇന്ത്യക്കാരുടെ ത്യാഗത്തിൻ്റെ ഫലം കൂടിയാണ് ISROയുടെ ഈ നേട്ടം. തീർച്ചയായിട്ടും ഈ നേട്ടം V. നാരായണൻ സാറിനെ പോലെ ഓരോ ഇന്ത്യക്കാരനും ഈ മഹാമനീഷികളുടെ കാൽപാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.